വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് ലിറ്റററി തിയറിയിലെ മൊഡ്യൂൾ ഫസ്റ്റിലെ മാർജിനാലിറ്റി, ഡയസ്പോറ, റീജിയൻ ഐഡൻറ്റിറ്റി, കാസ്റ്റ്, റിഗ്രഷൻ, ഇത്ര ടോപ്പിക്സാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ തീർച്ചയായും മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. ലിറ്റററി തിയറിയിൽ മാർജിനാലിറ്റി എന്ന് പറയുന്നുള്ളത് ഫ്രിഞ്ചസ് ഓഫ് എ ഡോമിനൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ് ഓർ കൾച്ചർ, സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും ആധിപത്യമുള്ള സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു ഫ്രിഞ്ചസ് ഇല്ലെങ്കിൽ ഒരു എഡ്ജസ് ആണ് ഈ ഒരു മാർജിനാലിറ്റി എന്ന് പറയുന്നത്. എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അണ്ടർ റിപ്രസെൻറ്റഡ് ആയിട്ടുള്ള നറേറ്റീവ്സ് മെയിൻ സ്ട്രീമിൽ അണ്ടർ റിപ്രസെൻറ്റഡ് ആയിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സ്പെക്റ്റീവും എക്സ്പീരിയൻസസും സിഗ്നിഫൈ ചെയ്യുന്നുണ്ട് ഈ ഒരു മാർജിനാലിറ്റി എന്ന് പറയുന്നുള്ളത്. ലിറ്റററി തിയറിയിൽ മാർജിനാലിറ്റിക്കുള്ള ആ ഒരു കീ പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയുന്നുള്ളത് ഫോക്കസ് ഓൺ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ ഫോക്കസ് ചെയ്യുന്നു. അതാരൊക്കെയാണ്? ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് ഹൈലൈറ്റ്സ് എക്സ്പീരിയൻസസ് ഓഫ് ഗ്രൂപ്പ്സ് ലൈക്ക് വുമൺ സ്ത്രീകളും അതുപോലെ തന്നെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളവരും, പവർ ഓഫ് പീപ്പിൾ ഓഫ് കളർ, അതുപോലെ തന്നെ LGBTQ എന്ന് പറയുന്ന ആ ഒരു വിഭാഗക്കാരും, ഇൻഡിവിജ്വൽസും, ലോവർ സോഷ്യോ എക്കണോമിക് ക്ലാസ്സസും, അതുപോലെ തന്നെ എത്നിക് മൈനോറിറ്റീസും, ഏതിൽ നിന്നും ഡോമിനൻ്റ് ലിറ്റററി കാനോണിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളവരൊക്കെ ഈ ഒരു കൺസെപ്റ്റിൽ, ഈ ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിൽ പെടുമെന്നാണ് പറയുന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ള കാര്യം എന്നുള്ളത് പവർ ഡൈനാമിക്സ്. മാർജിനാലിറ്റി എന്ന് പറയുന്നുള്ളത് പവർ ഇംബാലൻസസിനെയും അതുപോലെ തന്നെ ചില ഗ്രൂപ്പ്സ് സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഡോമിനൻറ്റ് സൊസൈറ്റിയിൽ നിന്ന് മാർജിനലൈസ്ഡ് ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ ടൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു പവർ ഡൈനാമിക്സിൽ പറയുന്നുള്ളത്. ലിറ്റററി ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, വിമർശകർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാർജിനാലിറ്റി എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അനലൈസ് ഹൗ മാർജിനലൈസ്ഡ് വോയിസസ്, എങ്ങനെയാണ് ഈ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ലിറ്ററേച്ചറിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അനലൈസ്, അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാർജിനാലിറ്റി കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്രിറ്റിക്സ് ആ ഒരു അനലൈസേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ തീംസ് ഓഫ് ഒപ്രഷൻ, അടിച്ചമർത്തലും അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, പ്രതിരോധവും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ഫോർമേഷനൊക്കെ ഈ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വോയിസസ് എങ്ങനെയാണ് ഈ ഒരു ലിറ്ററേച്ചറിൽ ചിത്രീകരിക്കുന്നുള്ളത് എന്നത് ഈ ഒരു മാർജിനാലിറ്റി എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്.